നമസ്കാരം നമസ്കാരം. കള്ളത്തനങ്ങൾ ഉണ്ടെങ്കിൽ പൊളിഞ്ഞടുങ്ങും, അല്ലെങ്കിൽ അത് നാട്ടുകാര് വലിച്ചു കീറി പൊളിച്ചടുക്കും എന്ന് ഉള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. നമ്മുടെ ജാസ്മിൻ ജാഫർ തള്ളു 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 തള്ളാസ് വണ്ടി. കാരണം വേറൊന്നുമല്ല, ഇന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് അഫ്സലുമായിട്ട് ഒരു ബന്ധമില്ല, എനിക്ക് അഫ്സലിനെ അറിയില്ല, എനിക്ക് അവൻ എനിക്കറിഞ്ഞൂടാ, അത് വീട്ടുകാരെങ്കിലും എന്തൊക്കെയോ എന്നാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ മകൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഞാൻ സൈഡിൽ കൊടുക്കുന്ന ഈ വീഡിയോ നിങ്ങളൊന്ന് കാണൂ ഗൈസ്, കാണൂ, കൺകുളിർക്കെ കാണൂ, കൺകുളിർക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം കണ്ടല്ലോ, അവൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ ആളാണ്, അവന്റെ കൂടെ ഇരുന്നാണ് ഞെണ്ണുന്നത്. അവന്റെ കൂടെ എടുത്തിട്ടുള്ള വീഡിയോസാ, സെൽഫീസാ. അവനെ അറിയത്തില്ല പോലും, അവനറിയില്ല. അവൻ വീട്ടുകാരെ കണ്ടിട്ടുള്ളൂ, ഇവള് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞോളാ. ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്ന, ഒരുമിച്ച് കഴിക്കുന്ന അറിയത്തില്ല വീട്ടുകാര്. ഈ സാധനം അറിയുന്ന നാണമില്ലേ? ഒരു പയ്യനെ ചതിക്കല്ലേ ഈ ചെയ്യുന്നത്. ജിൻഡോയുടെ അടുത്ത് പോയിട്ട് വെളുപ്പിക്കുന്നത്. ഇവള് വിചാരം എന്താ? ജനങ്ങളൊന്നും കാണുന്നില്ലെന്നാ ഇവള് വിചാരിക്കുന്നത്? ജനങ്ങൾ പൊട്ടന്മാരെ കണക്കിന് ഇരിക്കുന്നെന്നാണ് വിചാരം. കോമഡിയാളെ. ഇനിയും വിശ്വസിക്കൂ ഇവളെയൊക്കെ? സീരിയസ്ലി ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് അത് ആരുടെ ഡയറക്ഷനിലാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഈ പറയുന്ന പോലെ ജിൻഡോയുടെ അടുത്ത് പോയിട്ടെന്ന് പറയാണ്, എനിക്ക് അറിയത്തില്ല. അത് വീട്ടുകാര് നമുക്ക് ഉളുപ്പല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? പുറത്തെ ഈ സാധനമൊക്കെ ജനങ്ങൾ വലിച്ചീര് ഒട്ടിക്കാൻ നമുക്ക് അറിയത്തില്ലേ? അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി മാത്രം മതിയാ? ആൾക്കാർ 10 തെറി പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ എന്നെ 10 ആൾക്കാർ അറിഞ്ഞാൽ മതി, ചർച്ച ചെയ്താൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണേ. ഇന്ന് നെഗറ്റിവിറ്റി പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ എനിക്ക് അതിനോട് അത്ര യോജിപ്പുള്ള ഒരു കാര്യമില്ല. വളരെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ കാണിച്ചു കൂട്ടിയത് മൊത്തം. മനസ്സിലായ? കാരണം ആ അഫ്സൽ എന്ന് പറയുന്ന പയ്യൻ ഇന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്കിന് ഒരു കൈയും കണക്കുമില്ല. സൈബർ അറ്റാക്ക് ആയാലും പുറത്തവൻ പോയി കഴിഞ്ഞാലും അവൻ ആൾക്കാർ കാണുന്ന കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിന്റെ പിറകെ ഈ അന്തങ്ങള്, ഈ ആർമി, ഈ മുല്ലപ്പൂവിന്റെ ആർമിയും VR എല്ലാം കൂടി ചേർന്നിട്ട് അത് വേറൊരു സൈഡിൽ കൂടി സൈബർ അറ്റാക്ക്. എന്തൊക്കെ നേരിട്ടിട്ടാണോ അവൻ ഈ ലോകത്ത് ജീവിക്കുന്നത്? അവന്റെ ജീവിതം തന്നെ കുളം തോണ്ടിയിട്ടാണ് പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. കുളം തോണ്ടിയിട്ട് ലൈഫിൽ അവൻ ഇതിൽ പറയുന്ന അവൻ റിഗ്രറ്റ് ചെയ്യാൻ വേറെ ഒന്നും കാണത്തില്ല. മനസ്സിലായ? പക്ഷെ ഈ അഫ്സൽ വന്ന ലാസ്റ്റ് ഘട്ടത്തിൽ വീണതുകൊണ്ട് മുന്നേ രക്ഷപ്പെട്ടു. അവൻ ഇതിൽ നിന്ന് കുറെ സൈബർ അറ്റാക്കിന് അവൻ രക്ഷപ്പെട്ടു. അതിന് മുമ്പേ സിയാദ് രക്ഷപ്പെട്ടു. പക്ഷെ അഫ്സല് പെട്ട് അടലാവും പെട്ട്. അവൻ തേഞ്ഞ് എന്ന് തന്നെ ഞാൻ പറയും. അവൻ തേഞ്ഞൊട്ടി എന്നേ ഞാൻ പറയും.